കാശ്മീർ സീരീസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് പ്രകൃതി ഭംഗി കൊണ്ട് ഒന്ന് മാത്രം പ്രശസ്തമായ വാലി ഓഫ് മിൽക്ക് എന്നറിയപ്പെടുന്ന ഒരു വില്ലേജിലേക്കാണ്. അതെ, ദൂദ് പത്രി. ദൂദ് പത്രിയിലെ ഗ്രാമീണ കാഴ്ചകൾ കാണുകയും അതിൻ്റെ കൂടെ പീർ പഞ്ചാൽ പർവ്വതനിരയിലെ അവിടുത്തെ ഫോറസ്റ്റിലേക്ക് ഒരു ട്രക്കിംഗ് കൂടെ പോകാനാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദൂദ് പത്രിയിലേക്കുള്ള വഴികൾ കണ്ടപ്പോൾ തന്നെ എൻ്റെ ആവേശം 10 മടങ്ങായി. ശ്രീനഗർ സിറ്റിയിൽ നിന്നും ദൂരം കൂടുന്തോറും റോഡിലെ തിരക്ക് കുറഞ്ഞു വന്നു. ഇപ്പോൾ പക്ക ഗ്രാമങ്ങൾ മാത്രമായി. പോകുന്ന വഴിയിലെല്ലാം നല്ല ആപ്പിൾ തോട്ടങ്ങൾ വെള്ളയും ചുവപ്പും പൂവിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റും. പ്രകൃതിയെ കൂടുതൽ ഇഷ്ടപ്പെടുന്നവർ, തിരക്കിൽ നിന്നും മാറി നിൽക്കാൻ കുറച്ച് ആഗ്രഹിക്കുന്നവർ ഈ സ്ഥലം നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് കേട്ടോ. പോകുന്ന വഴികൾ കണ്ടാൽ എല്ലായിടത്തും ഇറങ്ങാൻ തോന്നും നമുക്ക്. പക്ഷെ ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിന് ശ്രമിക്കുന്നില്ല. നമുക്ക് വൺ ഡേ ആണ് ദൂദ് പത്രിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ കൂടുതൽ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുന്നവർക്ക് ഇറങ്ങാൻ ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ട് ഇവിടെ. പോകുന്ന വഴികളെല്ലാം അതിമനോഹരമാണ്. നല്ല പച്ചപ്പ് നിറഞ്ഞ ചെറിയ ഉയർച്ചയും താഴ്ചയുമുള്ള മൈതാനങ്ങളും അതിനെ കീറിമുറിച്ച് ഒഴുകുന്ന നീർച്ചാലുകളും ആ മൈതാനത്തിനെ സെപ്പറേറ്റ് ചെയ്യുന്ന പൈൻ ഫോറസ്റ്റും പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഐസ് തലയിലിട്ട് നിൽക്കുന്ന മലനിരകളും എല്ലാത്തിൻ്റെയും ബാക്കിൽ ക്യാൻവാസായിട്ട് നീല ആകാശവും പിന്നെ ഇവിടുത്തെ തണുത്ത കാലാവസ്ഥയും. കൂടുതലൊന്നും ഒരു സ്ഥലത്തിനെക്കുറിച്ച് പറയാനുള്ള വാക്കുകളില്ല. ഭൂമിയിലെ സ്വർഗമെന്ന് ചുമ്മാ പറഞ്ഞതല്ല കേട്ടോ ഈ സ്ഥലത്തെക്കുറിച്ച്. ഇത്തരം സ്ഥലങ്ങളിലൂടെ വണ്ടി ഓടിച്ചു പോകുന്നത് തന്നെ ഒരു സ്വർഗീയ അനുഭവമാണ്. നല്ല വിശപ്പുണ്ട്. ഇത് ദൂദ് പത്രിയിലെ സ്പെഷ്യൽ ഫുഡാണ്. കോൺ റൊട്ടിയും പാലക്ക് പോലുള്ള ഒരു തരം കറിയും. നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇത്. വരുന്ന ആൾക്കാർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ദൂദ് പത്രിയിൽ മാത്രം കിട്ടുന്ന ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. ശ്രീനഗറിൽ എത്തിയിട്ട് ഇത് കഴിക്കാമെന്ന് ആരും കരുതരുത്. ഇവിടുത്തെ ആൾക്കാർ വളരെ പാവങ്ങളും ഫ്രണ്ട്ലി ആയ ആൾക്കാരാണ്. ഏകദേശം 40 കിലോമീറ്റർ ദൂരമുണ്ട് കേട്ടോ ശ്രീനഗറിൽ നിന്നും ദൂദ് പത്രിയിലേക്ക്. ഇതാണ് ദൂദ് പത്രിയുടെ എൻട്രൻസ്. ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ മുന്നോട്ട് പോയാൽ ഷാലിഗംഗ റിവർ കാണാം നമുക്ക്. ഇതാണ് നമ്മൾ പറഞ്ഞ ഷാലിഗംഗ റിവർ. ഇവിടുത്തുകാരുടെ ചെറിയ ചെറിയ കച്ചവടങ്ങളുണ്ട് ഇവിടെ. ഏറെയും ഇവിടുത്തെ ക്ലാസിക്കൽ അല്ലെങ്കിൽ ഇവിടുത്തുകാരുടെ തന്നെ പ്രൊഡക്റ്റാണ്. നല്ല തെളിഞ്ഞ വെള്ളമുള്ളത് കൊണ്ടും ആ വെള്ളത്തിന് മഞ്ഞുരുകി വരുന്നത് കൊണ്ടുള്ള കളർ കൊണ്ടും തന്നെയാണ് ഇതിനെ പാലിൻ്റെ താഴ്വര എന്നറിയപ്പെടുന്നത്. ഈ പുഴയുടെ കുറുകെയുള്ള ബ്രിഡ്ജിലൂടെ കയറി വേണം അക്കരയ്ക്ക് പോകാൻ. ട്രക്കിംഗ് അല്ലാതെ കുതിര സവാരിയും വേണമെങ്കിൽ ഇവിടുന്ന് നമുക്ക് പോകാൻ പറ്റും. നമുക്ക് കുതിര സവാരി ഉദ്ദേശമില്ലെങ്കിലും തൽക്കാലം ഒരു ചെറിയൊരു പോണി റൈഡ് നടത്തി നോക്കാം നമുക്ക്. നല്ല പൈൻ ഫോറസ്റ്റ് നിറഞ്ഞ മലനിരകളാണ് ഇവിടെ കാണുന്നതെല്ലാം. പല സ്ഥലങ്ങളിലും നല്ല ശക്തമായ മഴയിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടായതിൻ്റെ അടയാളങ്ങൾ കാണാം. പൈൻ ഫോറസ്റ്റുകളിലൂടെ ഇങ്ങനെ മല കയറുമ്പോൾ നന്നായിട്ട് കിതക്കുന്നുണ്ടെങ്കിലും തണുപ്പ് കാരണം ഒരിക്കലും അത്ര ക്ഷീണം നമുക്ക് തോന്നുന്നില്ല. കേരളത്തിൽ നിന്ന് ഇത്രയും ദൂരം വന്ന് ഒറ്റയ്ക്കൊരു ഫോറസ്റ്റ് ട്രക്കിംഗ് അത് വല്ലാത്തൊരു ഫീലായിരിക്കില്ലേ? അതും നല്ല തണുത്തുറഞ്ഞ ഐസ് നിറഞ്ഞ മലയിലൂടെ. പല സ്ഥലങ്ങളിലും മഞ്ഞു വീണ് കിടക്കുന്നുണ്ട്. ഇത് മെയ് മാസം ആയതുകൊണ്ട് മഞ്ഞൊക്കെ കുറെ ഉരുകിപ്പോയിരിക്കുന്നു. ഈ മഞ്ഞിലൂടെ ഇങ്ങനെ നടക്കാൻ തന്നെ നല്ല രസം. നല്ല ഷൂ അല്ലെങ്കിൽ ഇത് നന്നായിട്ട് വഴുക്കുന്നുണ്ട്.
ഇവിടുന്ന് കുറച്ച് ദൂരം ചെന്നാൽ 0 പോയിന്റ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടേക്കാണ് ഈ ആൾക്കാരെല്ലാം തന്നെ കുതിര സവാരിയായിട്ട് പോകുന്നത്. അതുവരെ മാത്രമേ നമുക്കും ട്രക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവിടുന്ന് അങ്ങോട്ട് മുഴുവനായിട്ട് ഐസ് മൂടിയിരിക്കും. ഇതിലൂടെ നടക്കുമ്പോൾ മരങ്ങൾ കുറവാണെന്ന് കരുതരുത്. ഇതെല്ലാം നല്ല തിക്ക് ഫോറസ്റ്റ് തന്നെയാണ്. ഇവിടെ നമുക്ക് മുന്നിലായിട്ട് കുറേ ആൾക്കാർ കുതിരപ്പുറത്ത് പോയിട്ടുണ്ട്. പറ്റുന്നവർ എല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാശ്മീരിൽ വരണം. ശ്രീനഗറിൽ വരുന്നവർ ദൂദ്പത്രി മിസ്സാക്കരുത് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാടിൻ്റെ നടുക്ക് ഇത്രയും ഭംഗിയുള്ള ഒരു പുൽമൈതാനം കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു ഫീല്. ഇത്രയൊക്കെ ഭംഗിയുള്ള സ്ഥലമാണെങ്കിലും ഇവിടെ സ്ഥിര താമസക്കാർ ഇല്ലാത്ത ഒരു ഗ്രാമമാണിത്. വിൻ്റർ ക്ലൈമറ്റിൽ നല്ല മഞ്ഞ് വീഴുന്ന സ്ഥലമായതുകൊണ്ട് ഇവിടെ സ്ഥിരതാമസത്തിന് ആൾക്കാർക്ക് ഇങ്ങോട്ട് വരാൻ പോലും കഴിയില്ല. പിന്നെ ഇവിടെ ഉള്ള ആൾക്കാർ തൽക്കാലമായിട്ട് കച്ചവടം, അതുപോലുള്ള ടൂറിസ്റ്റ് ആക്ടിവിറ്റി അല്ലെങ്കിൽ കന്നുകാലി മേയ്ക്കൽ തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി തൽക്കാലത്തേക്ക് മാത്രം ഇവിടെ വന്ന് താമസിക്കുന്നവരാണ്. ഈ കൊടുങ്കാട്ടിൽ വലിയ മൃഗങ്ങളൊന്നും ഇല്ലെങ്കിലും കരടികൾ ഒരുപാടുണ്ട്. സാധാരണ കരടി എന്ന് പറയുന്ന മൃഗമാണ് ഏറ്റവും ഡേഞ്ചർ എന്നാണ് പറയപ്പെടുന്നത്. കാരണം ബാക്കിയുള്ള മൃഗങ്ങളെല്ലാം തന്നെ മനുഷ്യരെ കാണുമ്പോൾ വഴിമാറി പോകുമെങ്കിലും കരടി ചുമ്മാ വന്ന് നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന ഒരു സ്വഭാവമാണ് കരടിക്കുള്ളത്. ദൂരെ ഗ്രാമങ്ങളിലുള്ളവർ മഞ്ഞുകാലത്തിന് ശേഷം അവരുടെ കന്നുകാലികളെയും ജീവിക്കാനുള്ള കുറേ സാധനങ്ങളുമായിട്ട് ഇവിടെ വരും. എന്നിട്ട് ഈ കാണുന്ന വീട്ടിലാണ് അവർ താമസിക്കുന്നത്. ഇത് ഫോറസ്റ്റ് ഏരിയയാണ്. ഗവൺമെന്റ് അവർക്ക് ഇവിടെ തൽക്കാലം വീടുണ്ടാക്കി താമസിക്കാനുള്ള പെർമിഷൻ കൊടുത്തതാണ്. നല്ല സ്ട്രോങ് വുഡ് കൊണ്ടാണ് ഇവർ ഇതിൻ്റെ ചുവരുണ്ടാക്കിയിട്ടുള്ളത്. ആ വുഡിനിടയിൽ നല്ല ചെളി വെച്ച് അതിൻ്റെ വിടവുകളെല്ലാം അവർ അടച്ചു നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തുകാരോട് തന്നെ ചോദിക്കാം ഈ വീടുകളെ പറ്റി. माल लेके आता है, 4-5 किस्मों माल होता है उसके पास. നല്ല കനത്തിൽ മഞ്ഞ് വീഴുന്നത് കൊണ്ടായിരിക്കും അവർ ഇത്ര സ്ട്രോങ് ആയിട്ട് ഇതുണ്ടാക്കുന്നത്. മുകൾ ഭാഗവും നല്ല സ്ട്രോങ് വുഡ് തന്നെയാണ്. नाम क्या बोले? रईस. मेरा नाम रईस है. कितना दूर है यहाँ से आपका घर का? यहाँ से लगता है हमें अपने गाँव तक 2 घंटे लगते हैं. 2 घंटे. जी हाँ. कैसे आता है? गाड़ी नीचे रखे. हाँ, गाड़ी नीचे रखी. बढ़िया. वहाँ पे जो दिखा ना एक घर की तरह होता है. जी जी. अब वो क्या है? उसे कहते हैं शाही पेंड. शाही पेंड. शाही पिंड. हाँ, वहाँ पे जो शाही लोग शिपर लोग होते हैं, शेपर्ड लोग. हाँ, वो आते हैं 6 महीने इधर. 6 महीने के बाद चले जाते हैं. ओके. 6 महीने बोले तो इसका बर्फ़ का टाइम है. जी जी जी. समर में आते हैं वो. अब वो घर से निकलना शुरू हो चुकी हैं. हाँ. अब तो वो कोई 1 महीने में इधर पहुँच जाएंगे. ओके. फिर उसके बाद वो भेड़ बकरी लेके इधर आएंगे. हाँ. जितना टाइम हो सकेगा. फिर अक्टूबर से पहले वो चले जाती हैं. സാധാരണ ഒരു വീടിനുള്ള ഏകദേശം സൗകര്യങ്ങളെല്ലാം തന്നെ അവർ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ ചെറിയ ഹോളിൽ കൂടി ഉള്ളിലേക്ക് നോക്കി. ഉള്ളിൽ അപ്പോഴേക്കും നല്ല വിസ്താരമായ സ്ഥലങ്ങളും അടുപ്പുകളും കിടക്കാനുള്ള സൗകര്യവും എല്ലാം തന്നെ അതിനുള്ളിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആൾതാമസമില്ലെങ്കിലും വീടിൻ്റെ ഉൾഭാഗം ആരുടെയും പെർമിഷൻ ഇല്ലാതെ വീഡിയോ എടുക്കുന്നത് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ അതിൻ്റെ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്താത്തത്. 5-6 മാസം മാത്രം താമസിച്ച് മഞ്ഞുകാലം ആവുന്നതിന് മുമ്പ് തന്നെ എല്ലാ സാധനങ്ങളും എടുത്ത് ആ ആൾക്കാർ ഇവിടുന്ന് താഴേക്കിറങ്ങും. മെയിനായിട്ട് അവർ ഇവിടെ വരുന്നതിൻ്റെ ഉദ്ദേശം അവരുടെ കന്നുകാലികളെയും ആടുകളെയും എല്ലാം മേയ്ക്കുന്നതാണ്. ആറുവാലിയിലും ഇത്തരം വീടുകൾ നമുക്ക് കാണാൻ പറ്റും. എല്ലാവർക്കും കാശ്മീരിലേക്ക് വരാനുള്ള ബുദ്ധിമുട്ട് ഇങ്ങോട്ട് യാത്ര തന്നെയാണ് മെയിനായിട്ട്. അടുത്ത് തന്നെ ജമ്മു ശ്രീനഗർ റെയിൽ ഓപ്പൺ ആവുമെന്ന് പ്രതീക്ഷിക്കാം. आपका नाम क्या है भैया? मंजूर. मंजूर. हाँ, बढ़िया. ഇത്ര ദൂരം മാത്രമേ നമുക്ക് ട്രക്ക് ചെയ്ത് പോകാൻ കഴിയുള്ളൂ.
പോകുന്ന വഴികളൊന്നും കറക്റ്റായിട്ട് അടയാളപ്പെടുത്തിയിട്ടില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ആരും തന്നെ മുകളിലേക്ക് പോയിട്ടില്ല. അതുകൊണ്ട് തിരിച്ചു പോരാനുള്ള വഴിയും നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. കാരണം ഓൾറെഡി സമയം 4 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ച് വരുന്നതിന് സമയത്ത് എങ്ങാനും വഴി തെറ്റിക്കഴിഞ്ഞാൽ ഇന്ന് രാത്രി നമ്മൾ ഈ കാട്ടിൽ പെട്ടുപോകും. പിന്നെ പറയേണ്ടതില്ലല്ലോ, ഈ മഞ്ഞ് തണുത്തുറഞ്ഞ് ഈ മഞ്ഞിൽ കിടന്ന് ഉറങ്ങേണ്ടി വന്നാൽ അതൊരു ഭയാനകരമായിരിക്കും. എന്തായാലും ഈ ഗ്രാമവും ഈ ട്രക്കിങ്ങും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. തൽക്കാലം ഇവിടെ നിന്ന് നമുക്ക് തിരിച്ചിറങ്ങാം. പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.